ഫ്രണ്ട്സ്, നമ്മളെ സഫാരിയുടെ ഒരു പ്രശ്നം ഞാൻ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മൾ തുരുമ്പ് ഇഷ്യൂ. അതിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു ഇഷ്യൂ ആണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയ 2-3 വണ്ടികളിൽ അത് കണ്ടതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ നോക്കിയ വണ്ടികളെല്ലാം മെയിൻറ്റെയിൻഡ് അല്ലാത്ത വണ്ടികളായിരിക്കാം. കാരണം നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് മെസ്സേജും ഫീഡ്ബാക്കും വന്നു. സഫാരിക്ക് എല്ലാത്തിനും തുരുമ്പില്ല സ്ഥലം, അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം മെയിൻറ്റെയിൻഡ് വണ്ടികൾക്ക് അങ്ങനെ തുരുമ്പ് വരില്ല. അണ്ടർ ബോഡി കോട്ടിങ്ങും പിന്നെ അതുപോലെ നല്ല രീതിയിൽ കഴുകിയും വൃത്തിയാക്കിയും വീട്ടിലൊക്കെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ ഒരിക്കലും തുരുമ്പ് വരില്ല എന്നാണ്, പ്രത്യേകിച്ച് സഫാരിക്ക്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഒരു കറക്ഷനാണിത്. ആ ഒരു സഫാരിയുടെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ തിരുത്തുന്നു. അതായത് മെയിൻറ്റെയിൻ അല്ലാത്ത വണ്ടിയായാൽ അതിപ്പോൾ സഫാരി ആയിക്കോട്ടെ, മറ്റ് ഈ സെഗ്മെൻറ്റിലെ സ്കോർപ്പിയോ, ബൊലേറോ, മറ്റേതാ ടവേറ, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാത്തിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതിനനുസരിച്ചിട്ട് തുരുമ്പ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ അതിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, ഇപ്പം ഇത്ര പൈസേൻ്റെ വണ്ടി ആയിക്കോട്ടെ, നമ്മൾ പുറത്ത് മഴയത്തൊക്കെ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടി കാലക്രമേണ തുരുമ്പെടുക്കും, അത് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സഫാരിയുടെ മാത്രം ഒരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റില്ല. അതുപോലെ ഞാൻ വണ്ടി നോക്കാതെ എടുത്തത് കൊണ്ടുള്ളൊരു പ്രശ്നത്തിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സാരമില്ല, നമ്മളെ വണ്ടിയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണല്ലോ. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കും എങ്ങനെയെങ്കിലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ പ്രോഗ്രസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അതിനെ എവിടെ നിന്ന് പരിഹരിക്കുന്നത്, അതിനെത്ര കോസ്റ്റ് ആവുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എങ്ങനെ വരുന്നുണ്ട്. അപ്പം ഒരു വർക്ക്ഷോപ്പിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജലാൽഖാൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ എറണാകുളത്തുള്ള ആലുവയാണ് സ്ഥലം തോന്നുന്നു. അപ്പോൾ അത് എനിക്ക് അവിടെ കൊണ്ടുപോകുന്നിടത്തും വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. ബാക്കി അവിടെ വണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നീട് വണ്ടി പരിഹരിച്ച് കിട്ടുന്നത് വരേക്കും പോകാനും വീഡിയോസ് എടുക്കാനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ജലാൽഖാനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്ത് പ്രശ്നമായിക്കോട്ടെ നമുക്ക് പരിഹരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ആ വർക്ക്ഷോപ്പിനെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സഫാരി ഉപയോഗിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഈ സഫാരി മാത്രം പണിയുന്ന വർക്ക്ഷോപ്പുകൾ. അപ്പോൾ അതിൽ ജലാൽഖാൻ്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് നമ്മളെ ഗ്രൂപ്പിൽ പലതവണ കേട്ടിട്ടുണ്ട്. പിന്നെ വെച്ചാൽ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന വണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വണ്ടിയിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കിട്ടുന്നത് വരെ നമുക്കൊരു ക്ഷമ ഉണ്ടായിരിക്കണം. വണ്ടി കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതിന് അത്രയും സമയം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മളെ ഓരോരുത്തരെ എന്താ പറയുക, ആദ്യം അനുസരിച്ചിരിക്കും. ചിലർക്ക് എന്നെപ്പോലത്തെ ഒരിക്കലും ഭയങ്കര ധൃതിയാണ്. എനിക്കൊരു വണ്ടി, എൻ്റെ വണ്ടി ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിടുകയാണെങ്കിൽ ഡെയിലി ഈ വണ്ടി മുറ്റത്ത് കണ്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു ടെൻഷനാണ്, വണ്ടി എന്തായാവോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വണ്ടി നമുക്ക് റിസൾട്ടായിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി കിട്ടുക എന്ന് പറയുന്നത് അതെത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ റീസണബിൾ എമൗണ്ട് ആയിരിക്കും എടുക്കുക, റീസണബിൾ എമൗണ്ടേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ, ഒത്തൊരു ആവറേജ് റേറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ജലാൽഖാൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പരമാവധി വീഡിയോസ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തുതരാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക, അവിടുത്തെ ഒരു വർക്കിന് നമുക്ക് ഇടങ്ങാറാക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഇഷ്ടംപോലെ വേറെ വണ്ടികളുണ്ട് സഫാരി. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കിട്ടുന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഈ സിമിലർ ഇഷ്യൂസും പിന്നെ മേജറായിട്ടുള്ള സഫാരീൻ്റെ എന്ത് വർക്കും പുള്ളി ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഇടുന്നുണ്ട്. അപ്പോൾ അതായത് എൻ്റെ വണ്ടീൻ്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റേത് ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ കാരണം, അത് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഫ്സൽ ആ വീഡിയോ നമുക്കൊരു വിഷമമായിട്ടുണ്ട്, അത് സഫാരി ഓണേഴ്സിനൊക്കെ ഒരു വിഷമമായിട്ടുണ്ട്. കാരണം നമുക്കൊരു നെഗറ്റീവ് പാർട്ടായിട്ട് മാറും അത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സഫാരീൻ്റെ
ഒരു എന്താ പറയുക, ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ പോലും നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, അതിൻ്റെ ഒരു സൊല്യൂഷൻ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് വരില്ലേ. കാരണം ഞാനിപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ കൂടെ ഇടാൻ പോകുന്നുണ്ട് ഇൻഷാ അള്ളാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും തുരുമ്പെടുത്ത വണ്ടി പോലും എന്താ പറയുക, അത് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു മെസ്സേജും കൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് തരാൻ പറ്റും എനിക്ക് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ ഞാൻ അതിൻ്റെ ഒരു ടൈറ്റിൽ മാറ്റി. കാരണം എൻ്റെ ഒരു ഫോൾട്ട് കൊണ്ടാണ് അതിൽ എനിക്ക് ആ ഒരു പണി കിട്ടിയിരിക്കുന്നത്, ഞാൻ നോക്കിയെടുക്കാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും എനിക്കിതിൽ പറയാനുള്ളൂ. പിന്നെ ഈ സഫാരി എടുക്കുന്നവർ, പുതിയതായിട്ട് സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുന്നവർ, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. നമ്മൾ തുരുമ്പ് എടുക്കുന്ന വണ്ടി, നമ്മൾ തുരുമ്പുള്ള വണ്ടി എടുത്ത് പിന്നീട് അത് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പിന്നാലെ നടന്ന് ക്യാഷൊക്കെ ചിലവാക്കണ്ടേ. അപ്പം അത് നോക്കി ശ്രദ്ധിച്ചൊക്കെ എടുക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ വീഡിയോസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഉണ്ടാവില്ല. അത് വണ്ടി കിട്ടുന്നത് വരേക്കും പിന്നെ നിങ്ങളെ വണ്ടീൻ്റെ സെയിലും കാര്യങ്ങളും എന്തെങ്കിലും വണ്ടിയൊക്കെ പോയി നോക്കാൻ പറ്റുകയാണെങ്കിൽ ആ വണ്ടിയൊക്കെ പോയി നോക്കി നമുക്ക് റിവ്യൂസൊക്കെ ഇടാനൊക്കെ ശ്രമിക്കാം. എന്തായാലും സഫാരി റിഗാർഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകൾ പരമാവധി ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. എന്നാൽ ശരി ഗൈസ്, എല്ലാ സപ്പോർട്ടിനും നന്ദി കേട്ടോ. കാരണം അന്നത്തെ വീഡിയോസിനൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിരുന്നത്, അഫ്സൽ അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി. ഒരുപാട് വർക്ക്ഷോപ്പുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് കോൺടാക്റ്റ്. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുമുണ്ട്. പലയിടത്തിലും ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം ജലാൽഖാൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. പിന്നീട് നമുക്ക് മറ്റ് വർക്ക്ഷോപ്പുകളും കൂടെ എന്താ പറയുക ട്രൈ ചെയ്യണം. കാരണം ഓരോ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പുകളാണ്. അപ്പോൾ ആ ഏരിയയിലുള്ളവർക്ക് എത്തിപ്പെടാനും പിന്നെ പോയിട്ട് പെട്ടെന്ന് പിന്നെ ഫിക്സ് ചെയ്യാനൊക്കെ എളുപ്പം ആ ഏരിയയിലുള്ള നിയർ ബൈ വർക്ക്ഷോപ്പുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി വർക്ക്ഷോപ്പുകളാണെങ്കിൽ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം സഫാരി അങ്ങനെ എല്ലാ വർക്ക്ഷോപ്പിലൊന്നും എടുക്കില്ല. അപ്പോൾ എടുത്താൽ തന്നെയും ചെറിയ പണി ചിലപ്പോൾ നമുക്ക് വലുതാക്കി തരും. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അനുഭവത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സഫാരിയുടെ നല്ല വർക്ക്ഷോപ്പുകൾ ഇപ്പം നമ്മളെ ക്ലബ് ഓഫ് സഫാരിയൻസിൽ ലിജോട്ടനാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലിജോട്ടൻ്റെ വർക്ക്ഷോപ്പിലും പോകണമെന്നുണ്ട്. അത് കട്ടപ്പന, ഇടുക്കി കട്ടപ്പനയാണ് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ പിന്നീട് ഒരിക്കൽ ഒരു വിസിറ്റ് നടത്തും. അതുപോലെ മെയിൻ കേരളത്തിലെ സ്ക്രാപ്പ് യാർഡുകൾ നല്ല നമുക്ക് വിശ്വസിച്ച് വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന സ്ക്രാപ്പ് യാർഡുകളിലെ ആൾക്കാരായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഇപ്പം ഇവരായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്സ് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അപ്പം നമുക്ക് ഈസി ആയിരിക്കും പല കാര്യങ്ങളും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ശരി ഗൈസ്, നിങ്ങളെന്തായാലും തുടർന്നും സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു സഫാരി റിഗാർഡിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അതായിരിക്കും ബൈ ബൈ.